ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3 പ്രോഗ്രാംസ് ആണ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു n, സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു n. ഇപ്പോൾ 3 നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നോക്കുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ 3 കേസും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 ആണെന്ന് വിചാരിക്കുക. എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ നമുക്ക് 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5. അപ്പം ഇതുവരെ ആ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം. അതേപോലെ ഫസ്റ്റ് n വരെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 5 ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ അതാണ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ള പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു n. അപ് ടു n എന്ന് പറഞ്ഞാൽ n വരെയുള്ളത്. അപ്പോൾ n-ന്റെ വാല്യൂ 5 തന്നെയാണെങ്കിൽ 5 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 2 വരും, 4 വരും, 6 വരില്ല. 6 എന്നുള്ളത് 5-നേക്കാളും മുകളിലാണ്. അപ്പം ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സ് അല്ല, ഈവൻ നമ്പേഴ്സ് അപ് ടു n ആണ്. ആദ്യത്തെ 5 ഈവൻ നമ്പർ അല്ല, 5 വരെയുള്ള ഈവൻ നമ്പർ ആണ്. അപ്പം വ്യത്യാസം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഓഡ് നമ്പേഴ്സും അപ് ടു 5, എൻ്റെ വാല്യൂ 5 ആണെങ്കിൽ അപ് ടു 5 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും? 1, 3, പിന്നെ നമ്മളിവിടെ 5 കൂടെ എടുക്കുന്നുണ്ട്. 5 വരെയുള്ള ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്. അപ്പം ഈ രീതിയിലാണ്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n ആണ്, കൗണ്ട് ആണ് പറയുന്നത്. ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സ്. രണ്ടാമത്തത് ഈവൻ നമ്പേഴ്സ് അപ് ടു n, 5 വരെയുള്ള ഈവൻ നമ്പേഴ്സ്. പിന്നെ ഓഡ് നമ്പേഴ്സ് അപ് ടു n, 5 വരെയുള്ള ഓഡ് നമ്പേഴ്സ്. അപ്പം ഈ രീതിയിൽ എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്ന കോഡ്. ഇത് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നമ്മൾ ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുക. stdio.h ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, conio.h ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. മെയിൻ്റെ കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യം എഴുതിയിരിക്കുന്നത് വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് സം ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു വേരിയബിൾ, പിന്നെ i എന്ന് പറയുന്ന ഒരു വേരിയബിൾ, പിന്നെ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ. അങ്ങനെ 3 വേരിയബിൾസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സം എന്ന് പറയുന്ന വേരിയബിൾ നമുക്കറിയാം, നമ്മൾ സം കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സം സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ സം എന്ന് പറയുന്ന വേരിയബിൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമ്മൾ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? 0 ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി n എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്, അതായത് സം ഓഫ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എത്ര എന്നുള്ള എണ്ണമാണ്, ആ ലിമിറ്റ് ആണ് നമ്മൾ എന്നുള്ള വാല്യൂവിൽ എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്കറിയാം, നമുക്കിത് ലൂപ്പിലാണ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം 1 തൊട്ട് 10 വരെയുള്ള ഓരോ നമ്പേഴ്സ് ആയിട്ട് എടുത്തിട്ട് അത് എന്ത് ചെയ്യണം? നമുക്ക് സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്കൊരു ലൂപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ലൂപ്പിന് കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ i എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 വേരിയബിൾസ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ, i, സം, പിന്നെ n. എന്നാൽ CLRCR എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? n-ന്റെ വാല്യൂ റീഡ് ചെയ്യണം, ലിമിറ്റ് എൻ്റർ ചെയ്യണം. ലിമിറ്റ് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് എവിടം വരെ പോകണം എന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എൻ്റർ ദ വാല്യൂ ഓഫ് n എന്ന് പറഞ്ഞൊരു മെസ്സേജ് പ്രിന്റ് ചെയ്തു. മെസ്സേജ് പ്രിന്റ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വഴി scanf വഴി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ n-ന്റെ വാല്യൂ റീഡ് ചെയ്യാണ്. scanfൽ നമ്മൾ %d കൊടുത്തിട്ടുണ്ട്, അതായത് ഇതൊരു ഇൻറ്റീജർ വേരിയബിൾ ആണ്, അതുകൊണ്ട് നമ്മൾ %d എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തിട്ട് കോമ ഇട്ടിട്ട് അഡ്രസ് ഓഫ് n എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ റീഡ് ചെയ്ത് കിട്ടുന്ന ഇൻറ്റീജർ വാല്യൂ ഏത് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണം? n എന്ന് പറയുന്ന വേരിയബിളിന്റെ ആ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണം. അതിന്റെ അഡ്രസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അഡ്രസ് ഓഫ് n എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്തത് ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ഫോർ ലൂപ്പിൽ ഐയുടെ വാല്യൂ 1 തൊട്ട് n വരെ, അല്ലെ ഫസ്റ്റ് 10 നമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എവിടെ വരെ പോകണം? 1 തൊട്ട് ആ നമ്പർ വരെ, ആ ലിമിറ്റ് വരെ നമുക്ക് പോകണം. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഐയിൽ 1 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു, അതായത് i എന്നുള്ള വേരിയബിളിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എവിടം വരെ പോകണം? n വരെ പോകണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരെ. ഇനി അടുത്തത് സം ഇസ് ഈക്വൽ ടു സം പ്ലസ് i. അപ്പോൾ ഐയുടെ ഓരോ വേരിയബിളിനെ ഓരോ വാല്യൂവിനെ നമ്മൾ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്തു? സമ്മിൻ്റെ ഇപ്പോൾ ഉള്ള വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? i പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു, തൊട്ടടുത്ത നമ്പറിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യും? സമ്മിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് n നമ്പേഴ്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോഡ്. i is equal to 1, i less than or equal to n, പിന്നെ പ്ലസ് പ്ലസ് i, പിന്നെ സമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ഇതൊരു കോഡ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം.
നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതിൽ എന്നിന്റെ വാല്യൂ എന്നുള്ളത് 5 ആണ്. ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എന്നിന്റെ വാല്യൂ നമ്മൾ എന്തായിട്ട് കൊടുത്തു? 5 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. സമ്മിന്റെ ഇനീഷ്യൽ വാല്യൂ എന്നുള്ളത് 0 ആണ്. ഐയുടെ ഇനീഷ്യൽ വാല്യൂ എന്നുള്ളത് 1 ആണ്. ഇനി i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ളതാണ് നമ്മുടെ ലൂപ്പിൽ നമ്മൾ കൊടുത്തിരുന്ന കണ്ടീഷൻ. ഇവിടെ എന്നിന്റെ വാല്യൂ എന്താണ്? 5 ആണ്. അപ്പോൾ എന്നിന്റെ സ്ഥലത്ത് എന്ത് വരും? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷൻ വരും. ഈ ഒരു ഇൻക്രിമെന്റ് ഓപ്പറേഷൻ എഴുതിയിട്ടുണ്ട്. ഇനി സമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. ഓരോ ഐയുടെ വാല്യൂവും നമ്മൾ എന്ത് ചെയ്യണം? സമ്മിന്റെ കൂടെ ആഡ് ചെയ്ത് പോകണം. ഈ രീതിയിലാണ് നമ്മൾ കോഡ് എഴുതിയിരിക്കുന്നത്. നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഐ എടുത്തു. ഐയുടെ ഇനീഷ്യൽ വാല്യൂ എന്താണ്? i1. അത് ഓരോ ഐട്രേഷൻ എന്ന് പറയും. ഐട്രേഷൻ അല്ലെങ്കിൽ ഓരോ പാസ്, ലൂപ്പിന്റെ ഓരോ പാസ് എന്ന് പറയും. ഇത് നമുക്ക് i is equal to 1 ആവുമ്പോൾ എന്താണെന്ന് നോക്കാം. i ആണ് നമ്മുടെ ലൂപ്പിന്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ ആദ്യം 1. ഐയുടെ വാല്യൂ 1 ആവുമ്പോൾ സമ്മിന്റെ വാല്യൂ എന്താണ്? സമ്മിൽ ഇപ്പം എന്താണ്? 0 ആണോ ഉള്ളത്. i ലെസ് ദാൻ 1 ലെസ് ദാൻ ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ വന്നു? സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ എന്നുള്ള ലൂപ്പിലേക്ക് വന്നു. സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് പറയുമ്പോൾ നമ്മളവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ i 1 അത് എഴുതി കാണിക്കാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് പോകാം. അടുത്തതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഇസ് ഈക്വൽ ടു, സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? 0 പ്ലസ് 1 അല്ലെ. ഐയുടെ വാല്യൂ 1 ആണ്. അപ്പൊ സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ പ്ലസ് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 0യുടെ കൂടെ 1 ആഡ് ചെയ്തു. 0യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ സമ്മിൽ അടുത്ത വാല്യൂ എന്തായിരിക്കും? 1 എന്നുള്ള വാല്യൂ ആയിരിക്കും. തുടക്കത്തിലെ സമ്മിന്റെ വാല്യൂ 0 ആയിരുന്നു. ഈ ഐട്രേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ സമ്മിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. i is equal to i plus 1 എന്ന് പറയുമ്പോഴും ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് എത്രയാവും? 2 ആകും അല്ലെ. ഇപ്പൊ 1 ആയിരുന്നു, അതിന്റെ കൂടെ ഒന്നും കൂടെ ഇൻക്രിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഐയുടെ വാല്യൂ 2 ആവും. ഐയുടെ വാല്യൂ എന്താണ്? 2 ആണ്. is equal to 2. ഇപ്പോഴത്തെ വാല്യൂ 2 ആയിട്ട് കിട്ടി. ഇവിടെ എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ i is equal to i plus 1. ഐയുടെ കൂടെ 1 കൂടെ ആഡ് ചെയ്തു. ഇനി അടുത്ത ഐട്രേഷൻ, അടുത്ത പാസ് എന്ന് ഐയുടെ വാല്യൂ എന്താണ്? 2 ആണ്. സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. ഒരു പാസ് കഴിഞ്ഞപ്പോഴേക്കും സമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ആയി. സമ്മിന്റെ വാല്യൂ ഇപ്പൊ എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. ഇനി ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ നമ്മൾ നേരെ ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ലൂപ്പിന്റെ ഉള്ളിലേക്ക് പോകും. അപ്പൊ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് വരുവാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ എന്താണ്? ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്തത് അപ്ഡേഷനിലേക്ക് പോകും. ഇങ്ങോട്ട് പോകും, സമ്മിലേക്ക് പോകും. ഇനി നമ്മൾ പുതിയ സമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. സം ഇസ് ഈക്വൽ ടു, സമ്മിൻ എന്ന് പറയുന്നത് സം പ്ലസ് ഐ. സം പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സമ്മിന്റെ വാല്യൂന്റെ കൂടെ ഐയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഉള്ള സമ്മിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. 1 പ്ലസ് ഐയുടെ വാല്യൂ എന്താണ്? 2 ആണ്. 2 കൂടെ ആഡ് ചെയ്തു. ഇവിടെ 2 കൂടെ ആഡ് ചെയ്തു. 2 കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഐയുടെ സമ്മിന്റെ പുതിയ വാല്യൂ കിട്ടും. സമ്മിന്റെ പുതിയ വാല്യൂ എന്താണ്? 1 പ്ലസ് 2 3 എന്ന് കിട്ടും. ഇനി അടുത്തത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞു. എന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എങ്ങോട്ട് പോകണം? അപ്ഡേഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇൻക്രിമെന്റിലേക്ക് പോകണം. ഇൻക്രിമെന്റിലേക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് എത്രയാവും? 3 എന്നുള്ള വാല്യൂ. ഇപ്പൊ ഇതോടെ നമ്മുടെ ഒരു പാസ് കഴിഞ്ഞു. ആകുമ്പോൾ ഒരു പാസ് കഴിയും. ഇനി അടുത്തതിൽ ഐയുടെ വാല്യൂ എന്താണ്? 3 ആണ്. സമ്മിന്റെ വാല്യൂ എന്താണ്? 3 ആണ്. ഐയുടെ വാല്യൂ 3, സമ്മിന്റെ വാല്യൂ 3 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ ഐയുടെ വാല്യൂ എന്താണ്? 3 ആണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ലൂപ്പിന്റെ ഉള്ളിലേക്ക് പോകും. ലൂപ്പിൽ നമ്മൾ സമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. സമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സമ്മിന്റെ ഇപ്പോൾ ഉള്ള വാല്യൂ 3 ആണ്. ആ 3 എന്നുള്ള വാല്യൂവിന്റെ കൂടെ ഐയുടെ വാല്യൂവും കൂടെ നമ്മൾ ആഡ് ചെയ്യും. സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ പ്ലസ് ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്രയാണ്? 3 ആണ്. 3 പ്ലസ് 3 എന്ന് ആഡ് ചെയ്യും. സമ്മിന്റെ വാല്യൂ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തു. എത്രയാണ്? 6 എന്ന് കിട്ടി. ഈ ബോർഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്ഡേഷനിലേക്ക് പോകും. അപ്ഡേഷനിൽ എന്താണ്? ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് 4 ആവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാസ് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഐയുടെ വാല്യൂ എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. സമ്മിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 6 ആയിട്ട് മാറും. ഇനി അടുത്ത ഐട്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? 4 ആണ്. പുതിയ പാസിൽ ഐയുടെ വാല്യൂ 4 ആണ്. സമ്മിന്റെ വാല്യൂ എന്താണ്? ഇതിന് തൊട്ട് മുന്നത്തെ ഐട്രേഷനിൽ കിട്ടിയ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ 6 ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ 6.
ഇനി അടുത്തത് നമുക്ക് കമ്പയർ ചെയ്യണം അല്ലെ. കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരിക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത അപ്ഡേഷനിലേക്ക് ബോഡിയിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകും. ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പഴയ വാല്യൂ, തൊട്ട് മുന്നത്തെ ഇറ്ററേഷനിൽ ലഭിച്ച വാല്യൂ, അതായത് 6, ആ 6 പ്ലസ് ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ, എന്താണ്? 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? 6 പ്ലസ് 4 എന്ന് പറയുമ്പോൾ നമുക്ക് സമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് 10 ആയിട്ട് കിട്ടും. ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ ഐയുടെ വാല്യൂ എന്തായിട്ട് കിട്ടും? നമുക്ക് ഐയുടെ വാല്യൂ 5 ആയിട്ട് കിട്ടും. ഇതാണ് ഒരു പാസ് എന്ന് പറയുന്നത്. ഇത് ഒരു പാസിന്റെ തുടക്കത്തിൽ ഐയുടെ വാല്യൂ 4 ആയിരുന്നു, സമ്മിന്റെ വാല്യൂ 6 ആയിരുന്നു. ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ലൂപ്പിന്റെ ഉള്ളിലേക്ക് കയറും. ലൂപ്പിന്റെ ഉള്ളിൽ എന്താണ്? സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂന്റെ കൂടെ ഐയുടെ വാല്യൂയും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ 6 ആണ്, അതിന്റെ കൂടെ ഐയുടെ വാല്യൂ 4 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് തിരിച്ച് സമ്മിൽ തന്നെ വാല്യൂ സ്റ്റോർ ചെയ്യും. അപ്പം സം ഈസ് ഈക്വൽ ടു 10 എന്ന് നമുക്ക് കിട്ടും ഈ പാസ് കഴിയുമ്പോൾ. ഇനി നമുക്ക് അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഐ ഇസ് ഈക്വൽ ടു 5. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് നമുക്ക് 5 ആയിട്ട് കിട്ടി. ഇനി അത് അടുത്ത ഓപ്പറേഷൻ പാസിൽ പോവാണ്. ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 5 ആണ്. സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സമ്മിന്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ 10 പ്ലസ് ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 5. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സമ്മിന്റെ വാല്യൂ എന്തായിട്ട് കിട്ടും? 15 ആയിട്ട് കിട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാണ്. ഐ ഇസ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് കിട്ടും. ഈ പാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഐയുടെ വാല്യൂ എന്തായിട്ട് മാറും? 6 ആയിട്ട് മാറും. സമ്മിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 15 ആയിട്ട് മാറും. ഇനി ഐയുടെ വാല്യൂ 6. അടുത്ത ഇറ്ററേഷനിൽ എന്താണ്? ഐയുടെ വാല്യൂ 6 ആണ്. സമ്മിന്റെ വാല്യൂ എന്താണ്? 15 ആണ്. കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വരും. ഇവിടെ കണ്ടീഷൻ തെറ്റാണ്. കണ്ടീഷൻ തെറ്റാണെങ്കിൽ നമ്മൾ ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകത്തില്ല. അപ്പൊ ഈ പോർഷൻ നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നമ്മൾ ലൂപ്പിലേക്ക് കയറത്തില്ല. ലൂപ്പ് ഇവിടെ കൊണ്ട് എന്ത് ചെയ്തു? ടെർമിനേറ്റ് ചെയ്തു. അപ്പൊ സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? സം ഈസ് ഈക്വൽ ടു 15 എന്നുള്ള വാല്യൂ ആണ്. അപ്പൊ നമ്മുടെ റിസൾട്ട് ലൂപ്പിൽ പുറത്തിറങ്ങിയിട്ട് നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യും? സം ഈസ് ഈക്വൽ ടു 15 എന്ന് പറഞ്ഞ് നമ്മൾ പ്രിന്റ് ചെയ്യും. ഇതാണ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ള പ്രോഗ്രാമിന്റെ ലോജിക്ക്. ഈ രീതിയിലാണ് ലൂപ്പും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ലൂപ്പ് ഒന്ന് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തത്. ആദ്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും. ഇനീഷ്യലൈസേഷൻ ഒരു തവണ മാത്രമേ നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇവിടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. ഇവിടെ അതെ കണ്ടീഷൻ നമ്മൾ ഓരോ പാസിലും നമ്മൾ എന്ത് ചെയ്തു? കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ എന്താണ്? അപ്ഡേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. ഇത് ആദ്യം ഇത് രണ്ടാമത് ഈ പോർഷനിലേക്ക് വരും. അപ്പം രണ്ടാമത് നേരെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മിന്റെ പഴയ വാല്യൂവും ഐയുടെ ഇപ്പോഴത്തെ വാല്യൂവും കൂടെ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും? സം എന്നുള്ള വേരിയബിളിൽ തന്നെ സ്റ്റോർ ചെയ്യും. രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സമ്മിന്റെ ഇപ്പോഴത്തെ വാല്യൂവും ഐയുടെ വാല്യൂവും കൂടെ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ട് അഡീഷനും നടക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ഡേഷനും നടക്കുന്നുണ്ട്. സമ്മിൽ തന്നെയാണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാനായിട്ട് പോകും. ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. ആ ഇൻക്രിമെന്റ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അവിടെ തന്നെ വരും. കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് വരും. അപ്പൊ ഇത് ആദ്യം ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞ് നേരെ എങ്ങോട്ട് വരും? അപ്ഡേഷനിലേക്ക് വരും. അപ്ഡേഷൻ കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ട് പോകും? ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകും. ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞത് അപ്ഡേഷൻ ആണ്. അപ്ഡേഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു അങ്ങോട്ട് തന്നെ വരും. ലിസ്റ്റിലേക്ക് തന്നെ തിരിച്ചു വരും. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എപ്പോൾ കണ്ടീഷൻ തെറ്റുന്നോ അപ്പം നമ്മൾ എന്ത് ചെയ്യും? ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. ലൂപ്പിൽ നിന്ന് പുറത്ത് വരുമ്പോൾ സമ്മിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് ആ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതാണ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ള പ്രോഗ്രാമിന്റെ ലോജിക്ക്. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ഇത് മനസ്സിലായില്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ രീതിയിൽ ഓരോ പാസിലും ഐയുടെ വാല്യൂ എന്താണ്, സമ്മിന്റെ വാല്യൂ എന്താണെന്ന് എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ലൂപ്പിന്റെ വർക്കിംഗ് ഇത്രേ ഉള്ളൂ. ആദ്യം ഇനീഷ്യലൈസേഷൻ ആണ്. അത് ഒറ്റ തവണ ഇനീഷ്യലൈസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലൂപ്പിന്റെ ബോഡിയിലേക്ക് കയറും. അവിടുത്തെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ഡേഷനിലേക്ക് പോകും.
അപ്ഡേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചെന്ത് ചെയ്യും, നേരെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ടാണ് പിന്നെയും വരുന്നത്. ഈ ലൂപ്പ് ചെയ്ത് ഈ സർക്കിൾ ഇങ്ങനെ തന്നെ പൊക്കൊണ്ടേയിരിക്കും. കണ്ടീഷൻ എപ്പോൾ തെറ്റുന്നോ അപ്പോൾ നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. ഓക്കെ, ഇതാണ് സം കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു n, പിന്നെ സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു n. അപ് ടു n അല്ല, അപ് ടു n ആണ്, ഫസ്റ്റ് n നമ്പേഴ്സ് അല്ല കേട്ടോ. അപ് ടു n എന്ന് പറഞ്ഞാൽ 10 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സമ്മ്. എൻ്റെ വാല്യൂ 20 ആണെങ്കിൽ 20 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്, ആ രീതിയിൽ അത് വരെയുള്ളത്. എണ്ണമല്ല നമ്മൾ നോക്കുന്നത്. ആദ്യത്തേതിൽ നമ്മൾ ഫസ്റ്റ് n ആയിരുന്നു, ഇത് നമ്മൾ അപ് ടു n ആണ്, അത് വരെയുള്ള ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമാണ്. ഈ സെയിം ലോജിക്ക് തന്നെയാണ്, ഒരു ചെറിയതായിട്ടൊരു വ്യത്യാസം വരുത്തിയാൽ മതിയാകും. നമ്മൾ അവിടെ ഐയുടെ വാല്യൂ 1 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇനി നമുക്ക് ഈവൻ നമ്പർ ആണെങ്കിൽ സ്റ്റാർട്ടിങ് എവിടെയായിരിക്കും? ഈവൻ നമ്പർ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ 2 ൽ സ്റ്റാർട്ട് ചെയ്യും. കണ്ടീഷൻ സെയിം തന്നെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. കാരണം അത് വരെ പോയാൽ മതി, ഐയുടെ വാല്യൂ ആ n-ന് താഴെ നിന്നാൽ മതി, അതിന് മുകളിലേക്ക് പോകണ്ട. അടുത്ത് ഐയുടെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് ഇൻക്രിമെന്റ് ചെയ്യണം? i is equal to i plus 2 എന്ന് പറഞ്ഞ് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പൊ 2 എന്ന് പറഞ്ഞ് ഇൻക്രിമെന്റ് ചെയ്താൽ ആദ്യത്തെ വാല്യൂ 2, പിന്നത്തെ വാല്യൂ 4, പിന്നത്തെ വാല്യൂ 6, പിന്നത്തെ വാല്യൂ 8, പിന്നത്തെ വാല്യൂ 10. ഈ രീതിയിൽ സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു 10 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. ഈ സെയിം ലോജിക്ക് തന്നെ ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മാത്രം മതി. അടുത്തത് ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഐയുടെ വാല്യൂ എന്തായിരിക്കണം? തുടക്കം എന്തായിരിക്കണം? i 1 ൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് i n-ൽ താഴെയാണോ എന്ന് ചെക്ക് ചെയ്യുക. n-ൽ താഴെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്ത് എന്ത് ചെയ്യണം? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ i plus 2 ആയിട്ട് തന്നെ ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പോൾ തുടക്കത്തിലെ വാല്യൂ 1 ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് 3 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യും, പിന്നെ 5, പിന്നെ 7, പിന്നെ 9, ഈ രീതിയിൽ പൊക്കോളും. അപ്പം സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു n-ഉം സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു n-ഉം ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇതിന്റെ ഇനീഷ്യൽ വാല്യൂ അപ്ഡേറ്റ് കണ്ടീഷനും മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഒരേ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് 3 രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇത് അപ് ടു n ആണ്, ഫസ്റ്റ് n നമ്പേഴ്സ് എല്ലാം ഒന്നും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് സമ്മ് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം എഴുതിയ കോഡ് എടുത്തിട്ടുണ്ട്, ആ കോഡ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാനൊന്ന് കമ്പൈൽ ചെയ്തു, ദെൻ റൺ ചെയ്തു. റൺ ചെയ്തിട്ട് എൻ്റെ അത് വാല്യൂ ഓഫ് n എന്നുള്ള സ്ഥലത്ത് ഞാൻ 5 എൻ്റർ ചെയ്തു. എന്നുള്ള സ്ഥലത്ത് ഞാൻ 5 എൻ്റർ ചെയ്തു. 5 എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടി? സം 15 കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു n. ഓക്കെ, അതിന്റെ ഒന്ന് ചെയ്ത് നോക്കാം. സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു n. ഈവൻ നമ്പേഴ്സ് അപ് ടു n. അപ്പോൾ അത് നമുക്ക് നോക്കാം. കോഡ് എങ്ങനെ മോഡിഫൈ ആണെന്ന് പറഞ്ഞ് ഐയുടെ വാല്യൂ ഇനീഷ്യൽ വാല്യൂ 2 കൊടുക്കുക, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻ സെയിം ആണ്, ഐയുടെ വാല്യൂ 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുക. സമ്മ് കണ്ടുപിടിക്കാനുള്ള കോഡ് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാനും കൂടി നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമുക്ക് ഇനി കമ്പൈൽ ചെയ്യാം, റൺ ചെയ്തു. എൻ്റെ വാല്യൂ ഓഫ് n നമ്മൾ 5 എന്ന് തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പം സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു 5 എത്രയാണ്? 6 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പം 5-ന് താഴെയുള്ള 5 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 4ഉം മാത്രമാണ് 5 വരെയുള്ള ഈവൻ നമ്പേഴ്സ്. അപ്പം 2-ന്റെയും 4-ന്റെയും കൂടി സമ്മ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 6 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാല്യൂ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓഡ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു n. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ എവിടെ നിന്ന് പോവുക? ഐയുടെ ഇനീഷ്യൽ വാല്യൂ 1 ൽ സ്റ്റാർട്ട് ചെയ്യുക, കണ്ടീഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n തന്നെ കണ്ടീഷൻ i 2 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോവുക. പിന്നെ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് i എന്നുള്ള കോഡ് എഴുതിയിട്ടുണ്ട്, സമ്മ് പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കമ്പൈൽ ചെയ്യാണ്, റൺ ചെയ്യുവാണ്. എൻ്റെ വാല്യൂ ഓഫ് n 5 തന്നെയാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു എത്രയാണ്? 9 അല്ലെ. 5 വരെയുള്ള ഈവൻ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, പിന്നെ എത്ര വരും? 3 ഉണ്ട്, പിന്നെ എത്ര വരും? 5 ഉണ്ട്. 5ഉം കൂടെ ചേർത്ത് അപ് ടു n വരെയാണ് പറഞ്ഞിരിക്കുന്നത്. 5ഉം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം 1ഉം 3ഉം 5ഉം ആണ് വരുന്നത്. 1-ന്റെയും 3-യുടെയും 5-ന്റെയും സമ്മ് കിട്ടുമ്പോൾ എത്രയായിരിക്കും? 9 എന്നുള്ള വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ള പ്രോഗ്രാമും
സം ഓഫ് ഈവൻ നമ്പേഴ്സ് അപ് ടു n എന്നുള്ളതും സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു n എന്നുള്ള പ്രോഗ്രാമും ചെയ്യുന്നത്. ഒരേ കോഡ് തന്നെ ഞാനൊന്ന് മോഡിഫൈ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈവൻ നമ്പേഴ്സിനും ഓഡ് നമ്പേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ചെയ്യാതെ ഒറ്റ കോഡ് വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് സമാധാനമായിട്ടിരുന്ന് എഴുതി എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.